ഈ പ്രതിമ കാണുമ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇതെവിടെയാ സ്ഥലം? നമ്മുടെ സ്വന്തം ഗുരുവായൂരിലെ തെക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന മരപ്രഭുവിൻ്റെ പ്രതിമയാണ് കേട്ടോ ഇത്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യം കൂടെ ഉണ്ട്. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഭക്തകവിയായ പൂന്താനം ദിവസവും ഗുരുവായൂർ അമ്പലത്തിലെത്തി വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ടായിരുന്നു. ഒരു ദിവസം പത്മനാഭു അമരപ്രഭു എന്നതിന് പകരം അദ്ദേഹത്തിനോട് പത്മനാഭു മരപ്രഭു എന്ന് തെറ്റിപ്പോയി. ഇത് കേട്ട കൃഷ്ണഭക്തനായ മേൽപ്പത്തൂർ നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തെ കളിയാക്കി. ഇതിൽ മനംനൊന്ത പൂന്താനം സങ്കടത്തോടെ ശ്രീലകത്തേക്ക് നോക്കി വിതുമ്പി. ഒട്ടും താമസിയാതെ ശ്രീലകത്ത് നിന്നും ഒരു അശരീരി എല്ലാവരും കേട്ടു. ഞാനല്ലാതെ ആരാണ് മരത്തിൻ്റെ പ്രഭു? അദ്ദേഹം വായിച്ചതിൽ ഒരു തെറ്റുമില്ല. ഇത് കേട്ട് മേൽപ്പത്തൂർ നമ്പൂതിരി ലജ്ജയോടെ പൂന്താനത്തിനോട് മാപ്പു പറഞ്ഞു എന്നാണ് ഈ മരപ്രഭുവിന് പിന്നിലുള്ള ഐതിഹ്യം. യോഗഭാവത്തിൻ്റെ മൂർത്തിഭാവമായ മഹാകുംഭാവസ്ഥയിലാണ് ഈ പ്രതിഷ്ഠ. ശില്പത്തിലെ അരയാൽ വൃക്ഷം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും ശിരസ് പരമാത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. മഴയും മഞ്ഞുമെല്ലാമാണ് ഇവിടുത്തെ നൈവേദ്യങ്ങൾ. പ്രത്യേക വഴിപാടുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ആലുവ രാമചന്ദ്രനാണ് ഇതിൻ്റെ ശില്പി. ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ പ്രതിമ എന്ന് കൂടി ഇതിന് പ്രത്യേകതയുണ്ട്. ഗുരുവായൂർ പോകുന്നവരൊക്കെ ഇവിടെ കാണണം കേട്ടോ.